മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിലെ വഫ്രയിലെ ഒരു അടിപൊളി വെജിറ്റബിൾ ഫാം, ആ ഫാമിലെ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റിലെ സാൽമിയ എന്ന സ്ഥലത്താണ്. സാൽമിയിൽ നിന്നും വഫ്രയിലേക്ക് ഏകദേശം 105 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ 1-2 സുഹൃത്തുക്കൾ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് വഫ്രയിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ പോയി നമുക്ക് കാണാം. വെജിറ്റബിൾ ഫാം കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടെങ്കിലും നമുക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഈ ഒരു സമയത്ത് അത് ഓപ്പൺ ആവുമോ, ഈ ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഒരു 10-20 കിലോമീറ്ററോളം ഞങ്ങൾ മുന്നോട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ കൂടെയുള്ള 1-2 സുഹൃത്തുക്കൾ ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ആ സമയത്ത് ക്യാമറ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എൻ്റെ കൂടെയുള്ള 1-2 പേരെ പരിചയപ്പെടുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഡിസൈഡിൽ അതിശക്തമായ കാറ്റ് കാരണം ഞങ്ങളെടുത്ത വോയിസ് എല്ലാം കാറ്റ് വന്ന് വിഴുങ്ങുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ മുന്നിൽ കാണുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിവിശാലമായിട്ടുള്ള സ്ഥലമാണ്. ക്ലൈമറ്റ് മാറുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ചൂട് കുറവാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരമായിട്ട് ഒരു വലിയൊരു ഹൈവേ കാണുന്നുണ്ട്. നമുക്ക് അതുവഴിയാണ് ഇപ്പോൾ പോകാനുള്ളതിന്. അതുപോലെ തന്നെ കുറച്ച് മുന്നിലായിട്ട് ഒരു അടിപൊളി മരത്തിൻ്റെ തണലൊക്കെ കണ്ടു. അവിടെയൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര മുന്നോട്ട് തന്നെ തിരിക്കുകയാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞാൽ തണുപ്പ് അങ്ങനെ തണുപ്പാവില്ല. സൗദിയുടെ മരുഭൂമി എന്ന് പറഞ്ഞാൽ കടല് പോലെ മുരളി ഗോപി ഉണ്ട് ആ സിനിമ പറഞ്ഞു. ചെറിയ കടലാണ് സൗദി മരുഭൂമി. ആയിരക്കണക്കിന് കിലോമീറ്റർ പരന്നു കിടക്കണം. അപ്പൊ അവിടുത്തെ കാറ്റായിട്ട് ആയതുകൊണ്ടായിരിക്കില്ല. കഴിഞ്ഞോ പള്ളി കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ 2 സുഹൃത്തുക്കൾ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു വരികയാണ്. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? റാഫി അല്ലേ? ഷിയാബ്, എന്താ പരിപാടി? അടുത്ത പരിപാടി പറയും. പ്രത്യേകിച്ച് ഒരു മുൻകരുതലുകളൊന്നും ഇല്ലാത്തൊരു യാത്രയാണ്. എങ്കിലും നമ്മളിനിപ്പോൾ നേരെ പോകില്ല. അതോ അതല്ല പള്ളി കഴിഞ്ഞു നേരെ നമുക്ക് ഹോട്ടലൊന്നുമില്ലല്ലോ. ഹോട്ടലിൽ ഇവിടെ അടുത്തില്ല, നമുക്ക് അപ്പുറം എത്തണം. അവിടെ എത്തുമ്പോഴാണ് കണ്ടെത്തണം. നോക്കാം, പോവല്ലേ? അതല്ലേ. അപ്പോൾ ഇത് ഷിയാബ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. മറ്റേതൊക്കെ കഴിഞ്ഞു, പള്ളി കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കാൻ നേരെ പോവാം.
വഴിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ് ഇങ്ങനെ ക്യാബ്? 24 കിലോമീറ്റർ. സിറ്റിയിലേക്കാണെങ്കിൽ വഫ്ര സിറ്റിയിലേക്കാണെങ്കിൽ അവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് നടന്നു പോകാനാണ് ഗൂഗിൾ കാണിക്കുന്നത്. വിജനമായിട്ടുള്ള റോഡ്, മരുഭൂമി, പക്കാ മരുഭൂമി. റോഡ് സൈഡിൽ കാറ്റടിച്ചിട്ട് മണൽ പാറി ഒന്ന് കിടക്കുന്നത് കണ്ടോ? റോഡിലാണ് കിടക്കുന്നത്. ഇതിലേക്ക് അവിടുന്ന് ഹൈവേയിൽ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി സ്പീഡിലൊക്കെ വന്നിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു പോകാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുന്ന് 14 കിലോമീറ്റർ കാണിക്കുന്നു. ഈ ഒരു സംഭവം ശ്രദ്ധിച്ചോ? ഇത് ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ? ഇതൊരു കെമിക്കല് ഈ മണലിൻ്റെ മേലെ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കവർ പോലെ ഇങ്ങനെ പ്രവർത്തിക്കും. പൊട്ടിയൊന്നും പാറില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഇവിടെ ഒരു റൗണ്ട് ബോട്ട് ഉണ്ട്. അതിൽ 1, 2, 3 എക്സിറ്റ് എടുക്കുക. ടിക്കറ്റ് ഇല്ലാത്ത എത്ര റൗണ്ടിൽ നമുക്ക് കയറണോ? ടിക്കറ്റ് ലീക്കല്ല. ഈ ആടിൽ നടത്തുന്ന ഇറച്ചി നല്ല ഇറച്ചി. ഓ 3 രൂപ ലെവലൊക്കെ 5ലേക്ക് വരും. 2 മതിലൊക്കെ എന്തിനാ ഇവിടെ? എന്താ സ്വർണ്ണം കുഴിച്ചെടുക്കണ്ടേ? ഇവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഈ നമ്മുടെ നാട്ടിലെ പോലെ ഇലക്ട്രിക് ലൈൻസ് ലൈൻ കമ്പി പോണല്ലേ? വലിയ പോലെ പനോട് നെറ്റിയാണ്. അങ്ങനെ അടി കൂടെ അങ്ങനെ കൊണ്ടുപോയാൽ മതി. പയ്യുണ്ട്. അത് മല്ലിച്ചപ്പാണ് ഇട്ടേ. മല്ലിച്ചപ്പിന്റെ ഇറച്ചിയാണ് പഠിക്കണം. അതന്നെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടുന്ന് അറിയാം നമുക്ക് ഏത് ഭാഗത്തുനിന്നാണ് നല്ല ബിരിയാണി കഴിച്ചത്. അല്ലല്ല, ലെഫ്റ്റ് കിട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. വഫ്ര സെൻട്രൽ മാർക്കറ്റ്. സെൻട്രൽ മാർക്കറ്റിലെത്തി. ഇവിടെ ഒരുപാട് ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ഫാം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ ആദ്യം ഭക്ഷണ കാര്യങ്ങൾ കഴിക്കാം. ചിക്കൻ ബിരിയാണി വഫ്രയിൽ വന്നിട്ട് ആദ്യത്തെ ചിക്കൻ ബിരിയാണി. മലയാളികളുടെ ഹോട്ടലാണ് കേട്ടോ. നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, മലയാളി ഹോട്ടൽ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് രണ്ടും സലാഡുണ്ട്, അറബിക്ക് കിട്ടും. ചിക്കൻ നോക്കട്ടെ. ചിക്കൻ നല്ല ജ്യൂസിയാണ്. റൈസൊക്കെ വഫ്രയിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ സലാഡ്. ഇതിൽ നല്ല ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് നേരെ കഴിക്കാൻ പോവാണ് ഞങ്ങൾ. നീ മട്ടനല്ല പറഞ്ഞേ? മട്ടനല്ല പറഞ്ഞേ? ഞാൻ മട്ടൻ. മട്ടൻ്റെ കറിയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇവിടെ അടിപൊളി ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല കുഴപ്പമില്ല, നല്ലൊരു ബിരിയാണി, നല്ല ഫുഡായിരുന്നു. ഈ വണ്ടി പോകില്ല. ഞങ്ങൾ നടന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഇറങ്ങി അന്വേഷിച്ച് ദാർ മറാഫി ഫാം. വർക്കിംഗ് അവേഴ്സ് ഉണ്ട് 2:30 മുതൽ 6:30 വരെ.
വേസ്റ്റ് ചാണകത്തിൻ്റെ. ഇത് വെണ്ടയാണ്, വില വെണ്ടയാണിത്. ഞങ്ങൾ ഒരുപാട് ഫാമുകൾ ഇങ്ങനെ തിരഞ്ഞ് നടന്നു. എല്ലാ ഫാമുകളും ക്ലോസ് ആണ്. ഒന്നാമത് വെള്ളിയാഴ്ചയാണ്, പിന്നെ ഉച്ചയ്ക്ക് 2-2:30 മണി സമയമാണ്. അവസാനം ഞങ്ങൾ തിരഞ്ഞിങ്ങനെ നടക്കുന്നതായിട്ട് ആളൊക്കെ ഉണ്ട്. കൃഷിക്കാരനെ കണ്ടു, പോലെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. പോയി നോക്കാം. ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇത് മറ്റേ എന്താണ്, ഇതാണ് മല്ലിച്ചപ്പാണ്. കെട്ടി കെട്ടി വരുന്നത്. മല്ലിച്ചപ്പഴോ? പേരറിയില്ല. ഓക്കെ, താങ്ക് യു ഭയ്യ. ഒരു രക്ഷയില്ല. ഞങ്ങൾ രാവിലെ ഇറങ്ങി ഒരു ഫാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല, ഇവിടെ ഇത് സമ്മർ സീസൺ ആയിട്ടാണോന്നറിയില്ല. ഫാം മിക്കത് ക്ലോസ് ആണ്. ഇതെല്ലാം നമുക്കൊന്നുകൂടി പോയി നോക്കാം. കുറച്ചും കൂടെ ഇപ്പോൾ 2 മണിയായിട്ടുള്ളൂ. ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ട് ഒന്നുകൂടി നമുക്ക് ഇറങ്ങി നോക്കാം. ചിലപ്പോൾ കിട്ടിയാലോ. ഇതിലുണ്ടോ? ഇതെന്താ സംഭവം? ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നോക്കി, പക്ഷേ ഫാമെല്ലാം ക്ലോസ് ആണ്. അവസാനം ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഫാം കണ്ടു. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബംഗാളി ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ അത് ചെറിയ സംഭവമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ പ്രദേശത്തെ ഒട്ടനവധി ഫാമുകൾ സന്ദർശിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒന്നും കാണാൻ സാധിച്ചില്ല. അതിന്റെ പ്രധാന കാരണം ഈ സമയത്ത് വിളവെടുപ്പെല്ലാം അവസാനിപ്പിച്ച് അടുത്ത കൃഷിക്കുള്ള മണ്ണും വളവുമെല്ലാം റെഡിയാക്കുന്ന സമയമാണ്. തണുപ്പ് തുടങ്ങുന്നതോടുകൂടി ഇവിടെ എല്ലാ ഫാമുകളും ആക്റ്റീവ് ആവും. ആ സമയത്ത് മിക്ക ഫാമുകളും ടിക്കറ്റ് എടുത്ത് സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാവും. ചില ഫാമുകൾ ഫാമിലികൾക്കും കുട്ടികൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ. എന്തായാലും 2 മാസം കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകൾക്കായി ഒന്നുകൂടെ വരാം. പിന്നീട് ഞങ്ങൾ ആ മരുഭൂ പ്രദേശത്തു കൂടെ തിരിച്ചുള്ള 100 കിലോമീറ്റർ യാത്ര ആരംഭിച്ചു. പോകുമ്പോൾ കണ്ട കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി കണ്ടുമുട്ടാം. ബൈ.